ഗബ്രിയും ജാസ്മിനും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നാണ് അറിയുന്നത്. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാനിത് മറ്റൊരു യൂട്യൂബർ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടതാണ്. അവർ തമ്മിൽ പിണങ്ങിയെന്നോ തമ്മിൽ അൺഫോളോ ചെയ്തു എന്നൊക്കെ റെക്കോർഡിക്കൽ എവിഡൻസ് ഒക്കെ വെച്ചാണ് പയ്യൻ ഇരുന്നുകൊണ്ട് പറയുന്നത്. ഞാൻ എന്തായാലും അതിൽ നിന്ന് കുറച്ച് ക്യാപ്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ തെറ്റി എന്നുള്ളതിന് തെളിവായിട്ട് പുള്ളി മുന്നോട്ട് വെക്കുന്ന ഒരു വോയിസ് ആണ്. ആ വോയിസ് ഒന്ന് കേൾക്കാം. കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതാണ് നല്ലത്. കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല. എന്ത് തന്നെയായിരുന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോയി, ചെയ്ത്തായിപ്പോയി. ആരാധകർ ഇനി എന്തോ ചെയ്യും? ആരാധകർ ആരെ ബെസമത്തിലാകുമല്ലോ, വല്ലാണ്ട് ബെസമിപ്പിച്ച് കളഞ്ഞല്ലോ ആരാധകരെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവർ തമ്മിൽ അൺഫോളോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അവൻ്റെ ഇതിനകത്ത് അവളും അവളുടെ ഇതിനകത്ത് അവനും ഒക്കെ അൺഫോളോ ചെയ്തു. അവന് 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. 2 ഇൻസ്റ്റാഗ്രാമും ഈ ചെറുക്കൻ പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ഏകദേശം അതിനകത്തൊക്കെ തന്നെ അൺഫോളോ നടന്നിരിക്കുന്നു മൊത്തത്തിൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ. പരസ്പരം ഇവർ തമ്മിൽ തെറ്റിയോ ഇല്ലയോ എന്നറിയാൻ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കുമ്പോൾ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ തെറ്റി എന്നാണ് അർത്ഥം. നല്ല സിസ്റ്റമാണ്. പൊതുസമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ് ഇതാണ്. പരസ്പരം അൺഫോളോ ചെയ്യുക, ഉടനെ തെറ്റി. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഡിവോഴ്സിന് വഴിയായി. ഇനിയിപ്പോൾ അവർ ഡിവോഴ്സ് ആയില്ലെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ആക്കും. അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഡിവോഴ്സ് ആക്കും. അതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ജാസ്മിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ മാറ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവളുമായിട്ട് ശത്രുതയായതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പലരും പറയുന്നത് കണക്ക് എന്നെ തല്ലാൻ എൻ്റെ മക്കളെ ഉപയോഗിച്ചാൽ മതി. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരും, സങ്കടം വരും, ഞാൻ വല്ലാണ്ട് ഡെസ്പാകും, ഞാൻ തിരിച്ച് നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. അതങ്ങനെയാണല്ലോ, ഏതാളും അങ്ങനെയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കയറി പിടുത്തോടുമ്പോഴാണല്ലോ അമ്മമാർ കയറി വയലൻ്റ് ആകുന്നത്. അത് സ്വാഭാവികം. എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം അതിനോടുണ്ട്. എൻ്റെ മോനെ മോശമായ ഒരു പദം ഉപയോഗിച്ചു, വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തു. ഇവളുടെ പിറകെ നടക്കുന്ന ഒരു കോന്തപ്പനാക്കി അവനെ അങ്ങ് മാറ്റി. എൻ്റെ കുട്ടി ജീവിതത്തിൽ അവളുമായി സംസാരിച്ചിട്ടില്ല, അവളുമായി യാതൊരു സഹകരണത്തിന് പോയിട്ടില്ല. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ലൈഫ് നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവൾ പറയുകയുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൗതുകത്തോടു കൂടി നോക്കും. ഞാൻ ഫോളോയും ചെയ്തില്ല, സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. എനിക്ക് അവളുടെ കൂടുതൽ സ്റ്റോറീസ് അറിയാൻ താല്പര്യവുമില്ല. പക്ഷെ കാണാൻ നല്ല ചന്തമുള്ള കുട്ടിയാണ്. അത്യാവശ്യം ടാലൻറ്റുമുണ്ട്. എഡ്യൂക്കേഷനില്ല എന്ന് ഒരു കുറവേ ഉള്ളൂ. അതിൻ്റെ ഒരു കുറവും അതിൻ്റെ ഒരു പോരായ്മയും നല്ല സൗഹൃദങ്ങളില്ലാത്തതിൻ്റെ കുറവുമാണ് ആ കുട്ടി അനുഭവിക്കുന്ന ഈ ട്രബിളുകളെല്ലാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് സത്യം. മിസ്റ്റർ ജബ്രി അവന് ഒരു രീതിയിലും ഈ ഡബിൾ ഫാദർ സിൻഡ്രോം ഉള്ള ഒരു പയ്യനായിട്ടാണ് എനിക്ക് അവനെ തോന്നിയത്. ഇൻഡിപെൻഡൻ്റായി അവൻ കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് വിന്നർ ആകുമായിരുന്നു. ഇവർ രണ്ടുപേരുടെ എൻട്രി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു എൻട്രി ആയിരുന്നു ജാസ്മിൻ. അതേസമയം ഗബ്രി നല്ല സ്റ്റൈലിഷ് ആയിട്ട് അകത്തേക്ക് വന്നതാണ്. പിന്നീട് ജാസ്മിൻ്റെ ഡ്രസ് കോഡും ആ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അവൾ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോൾക്ക് കിട്ടിയ കപ്പ് ജാസ്മിനും കിട്ടുമായിരുന്നു. ഗബ്രിയെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ, തിരിച്ച് ജാസ്മിനെ അവോയ്ഡ് ചെയ്ത് ഗബ്രി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഗബ്രിക്കും കിട്ടുമായിരുന്നു ആ കപ്പ് 100%. ഏതായാലും 3 മാസത്തെ ഞങ്ങളുടെ ഓണമായിരുന്നു ഇവരെ കാരണം പ്രണയനില പാടി നല്ല അന്തസ്സായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാലം നല്ല ക്യാഷും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിവ്യൂ നടത്തിയതിൻ്റെ പേര്. ഗബ്രിയോ ജാസ്മിനോ സെപ്പറേറ്റഡ് ആയിട്ട് പ്ലേ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ സക്സസ്ഫുൾ ആകുമായിരുന്നു. അതേപോലെ ജാസ്മിൻ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞാണ് അതിനകത്തേക്ക് പോയത്. പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നുണ പറഞ്ഞാൽ ആ നുണ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അവിടേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത്. ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒത്തിരി കമൻസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് ആ പെൺകൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിനോട് തോന്നുന്ന ഒരു വാത്സല്യം തന്നെയാണ് ജാസ്മിനോട് എല്ലാവർക്കും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഗബ്രിയുമായിട്ടുള്ള പല പേക്കൂത്തുകളും ആളുകൾ അംഗീകരിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിരുന്നു. ചിലപ്പോൾ ന്യൂജൻ കുട്ടികളൊക്കെ ആയിരിക്കാം, ഒരു പക്ഷേ അവളുടെ ശത്രുക്കളുമായിരിക്കാം. കാരണം ഇതൊരു ശരിയായ ടൈം അല്ല എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അവർക്ക് തടയായിട്ട് നിനക്ക് നിൻ്റെ കാര്യം നോക്കിക്കൂടെ എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കൊരു ഹോട്ടൽ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മൗനമായിരുന്നതാണ്. നമുക്കിനി എന്താ തള്ളവൈവെന്നും പറഞ്ഞുകൊണ്ട് വരും, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഈ മൂത്തോര് പറയുന്നത് മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ്. ഈ പെൺകുട്ടി ഇറങ്ങിയപ്പോഴെങ്കിലും തൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാകണമായിരുന്നു. ജോലി സംബന്ധമായിട്ട് തന്നെയാണ് അവൾ എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തത്. അവിടെ അവനെ അവോയ്ഡ് ചെയ്യാൻ അവൾ പഠിക്കണമായിരുന്നു. അതിന് റസ്മിനെ കൂട്ടുപിടിക്കണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയാം, ഒരുതരം അഡിക്ഷൻ ഉണ്ട്. എല്ലാവരാലും തഴയപ്പെട്ട ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടിക്ക് ആരെങ്കിലും ഒരാൾ വേണമെന്ന് തോന്നിയെടുത്ത് കാറും വണ്ടിയും വെള്ളവും കൊണ്ടുവന്ന് ഈ ചെറുക്കൻ അങ്ങ് കയറി നിന്നു. അത്രയും നേരം വേണ്ടായിരുന്നു കൊച്ചെ പോയി വണ്ടി ഓടിക്കാൻ പഠിക്കാൻ.
ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാൻ 2 ലക്ഷം രൂപ പോലും ആവത്തില്ല. അതെടുത്ത് ഒന്ന് ഓടിച്ച് പഠിച്ച് കൈ തെളിഞ്ഞ് സ്വന്തമായി വണ്ടി ഓടിച്ച് സ്വന്തമായി കാര്യങ്ങൾ നടത്താൻ നിന്നെ കൊണ്ടല്ലാതെ ലോകത്ത് ആരെ കൊണ്ട് സാധിക്കത്തില്ല. ഞാൻ സിബിൻ്റെ മാരേജിലാണ് ഈ കുട്ടിയെ കാണുന്നത്. അന്തം വിട്ടുപോയി. എന്തൊരു ഭംഗിയാണെന്നറിയോ അതിനെ കാണാനായിട്ട്, എന്ത് ഭംഗിയുള്ള കുട്ടിയാണെന്നറിയോ. ആ ഗ്രേസ്നെസ്, ആര് വന്ന് പിക്ചറിന് ചോദിച്ചാൽ അവൾ നിന്ന് കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നിയത്. ദേഷ്യമൊക്കെ പാടെ പോയി സഹതാപം തോന്നിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവൻ്റെ കെണിയിൽപ്പെടാതെ പെൺകുട്ടി മാറിയെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. സത്യമാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു പറഞ്ഞ സംഗതി സത്യമാണെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അതേപോലെ തന്നെ ഇനിയൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിന് മുമ്പ് വന്നൊരു വിഷയം, അവിടെ ഞാൻ മൗനം പാലിച്ചു. അതിൻ്റെ കാരണം സത്യത്തിൽ എനിക്ക് പുച്ഛവും അറപ്പും തോന്നിയത് അസ്ലയോടാണ്. കാരണം അസ്ല ഏറ്റവും കൂടുതൽ ബാക്ക് വർക്ക് നടത്തിയതാണ് ഈ ജാസ്മിനെതിരെ. എന്നോടൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട്. എന്തൊക്കെ മോശമാണെന്ന് അറിയുമ്പോൾ ജാസ്മിനെ പറ്റി പറഞ്ഞത്. ജാസ്മിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിൽ, ജാസ്മിൻ ഞാൻ ശത്രു പോലുമല്ല, പക്ഷെ അത് ചെയ്യാനായിട്ട് ആളുകളെ സ്ക്രൂ കയറ്റി വിട്ടത് അസ്ലയാണ്. ജാസ്മിനെ പറ്റി ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഫുള്ള് കൈസിന് കൊണ്ടെത്തിച്ചു കൊടുത്തത് അസ്ലയാണ്. എനിക്ക് തന്നത് അസ്ലയാണ്. വിവിക്ക് കൊടുത്തത് അസ്ലയാണ്. ഇത്രയും ചെയ്ത ആ പെൺകുട്ടിയെ ടാർണിഷ് ചെയ്ത ശേഷം അവളെ കൊച്ചിനെ കാണാനായിട്ട് ഈ കുട്ടി വന്നപ്പോൾ അതെടുത്തിട്ട് ഇതിടുന്ന അസ്ലയുടെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ഇത്രയേ ഉള്ളൂ. അസ്ല കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അസൂയോ അല്ലെങ്കിൽ നീ എന്തോ സംഭവമാണെന്നും അവൾ പൊങ്ങി വരുന്ന സഹിക്കാൻ വയ്യാത്തതിൻ്റെ വേദനയുമാണ് നിന്നെ കൊണ്ടത് ജയിച്ചതെങ്കിൽ ഇതിനേക്കാൾ വലിയ പതനം നിന്നെ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. നമ്മുടെ കൈകൊണ്ട് ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾ കാണിക്കണമായിരുന്നു. ഹൈദി സാദിയോ അങ്ങനെ കുറേ പെണ്ണുങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കുത്തി കയറി ആകെ മൊത്തത്തിൽ ഈ പെങ്കൊച്ച് ഇതിനകത്തേക്ക് പെട്ടുപോയി. ഈ ക്രൗഡിൽ പെട്ട് ആര് കൂട്ടണം ആരെ കൂട്ടണ്ട എന്നൊരു ടേമിലായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, റിക്കവർ ആകാനുള്ള എല്ലാ പഴുതുകളും മുന്നിൽ നിൽക്കുകയാണ്. ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുക. സെൽഫ് ലവ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് ആരെയാണെന്നറിയാം, നമ്മൾ തന്നെയാണ്. ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്നറിയാമോ? നമ്മൾ തന്നെയാണ്. ഈ ബിഗ് ബോസിൽ ഒരു കണ്ണാടി തരും, കണ്ടിട്ടുണ്ടോ? അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ വേറെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനും പോകുന്നില്ല. നമ്മൾ ഒരിക്കലും ഒറ്റിക്കൊടുക്കത്തില്ല, ചതിക്കില്ല, വിട്ടുപോവില്ല. അപ്പം നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്താരാണ്? നമ്മൾ തന്നെയാണ്. നല്ലൊരു കണ്ണാടി വാങ്ങിച്ചു വയ്ക്കുക, പറയാനുള്ളത് കണ്ണാടിയോട് പറയുക. നമുക്ക് നമ്മളെ മനസ്സിലായാൽ ലോകത്ത് ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവത്തില്ല എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് ചവിട്ടി കയറണം. ഇതിനേക്കാൾ ദുരിതങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ച മനുഷ്യരുണ്ട്. ഒരു വിവാഹം നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ആരും ഡൗൺ ആവുകയോ ഡെസ്പാവുകയോ ചെയ്യേണ്ട കാര്യമില്ല. പലതും പറയുന്നവർക്ക് അടുത്ത സബ്ജക്റ്റ് ഇട്ടുമ്പോൾ അതിലേക്ക് പോകും. നമ്മൾ മുന്നേറി വരിക എന്നുള്ളതാണ്. വീട് നോക്കുന്നു, അച്ഛനെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, സഹോദരനെ പഠിപ്പിക്കുന്നു, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അതിനുള്ള മാർഗം ഒരു പക്ഷേ മൈറ്റ് ബി റോങ് ആയിരിക്കാം. അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അവരല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അവർക്കില്ലാത്ത വേദന ബാക്കിയുള്ളവർക്ക് വരേണ്ട കാര്യം എന്താ? ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ ഓറിയൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക വ്യത കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇൻസൾട്ട് ചെയ്യാതിരിക്കാനും ചെയ്യിപ്പിക്കാതിരിക്കാനും ശ്രമിക്കണമായിരുന്നു. താൻ ഒരു മെറ്റീരിയൽ അല്ല, തന്നെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ എന്നുള്ള തിരിച്ചറിവ് ആദ്യം അവൾക്കുണ്ടാകണം. ഇത്രയൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായാൽ നല്ലത്, ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. പറയേണ്ടത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പല രീതിയിൽ മോശം അഭിപ്രായം എൻ്റെ കുഞ്ഞിനെ പറ്റി ഇവൾ ഉൾപ്പെടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് തല കുനിച്ചോ, മൈൻഡ് ചെയ്തോ, എന്ത് പറഞ്ഞു? എന്താണോ പറഞ്ഞു, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. ഹൂ കെയർസ്, ഹൂ ബോദേഴ്സ്? ഞാൻ എന്താണെന്ന് എനിക്കറിയുന്നിടത്ത് മറ്റുള്ളവർ പറയുന്നില്ലേ എനിക്കെന്ത് കാര്യമെന്നാണ് അവൻ ചോദിച്ച ചോദ്യം. അത് കൃത്യമായില്ലേ? അത്രയേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിൽ ഗബ്രി എന്ന് പറയുന്ന കുറുക്കൻ ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചാണ് അവൻ്റെ ചാനൽ വളർത്തിയത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതോടൊപ്പം പുറത്തിറങ്ങിയ ഒരാൾക്ക് പോലും ഇത്രയും റീച്ചോ ഇത്രയും അക്സെപ്റ്റൻസോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ജാസ്മിൻ തന്നെയാണ്. ജാസ്മിനെ വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ്റെ മിക്ക വ്ളോഗ്സും നടന്നത്. അതിൽ കൂടെ നല്ല ഇൻകോ അവൻ ജനറേറ്റ് ചെയ്തെടുത്തിരുന്നു. ഇപ്പം അവൾ വേണ്ട എന്ന് പറയുന്നത് ഒരു പുതിയ കഥയൊന്നുമല്ല. ഇതിന് എത്രയോ ദിവസം മുമ്പ് തന്നെ അവൻ പറഞ്ഞിരുന്നു എനിക്ക് അവളെ വേണ്ട എന്ന്, ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല എന്ന്. ഒരേ ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു പിരിവല്ല അതെന്ന്. ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന അഫെയറിൽ ഇപ്പോൾ മുന്നേ മറ്റൊരു വിവാഹം കഴിച്ചു വാർത്തയാവുന്നു. അതേപോലെ ആമീർ വിവാഹം കഴിച്ചു വാർത്തയാവുന്നു. ഇനി അമീറിൻ്റെ ഭാര്യയെ പറ്റിയിട്ടൊക്കെ കുറേ പേരെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ച് ഭാഗം ഇവിടെ വെച്ചിരിക്കാൻ കാണാം.
ഇപ്പൊ അഫ്സൽ അമീറിന് കിട്ടിയത് ജാസ്മിനെക്കാളും 100 ഇരട്ടി മധുരമുള്ള ഒരു പെണ്ണാണ്. ജാസ്മിൻ രാവും പകലുമാണ്, കാണാനും നല്ല ചേലുണ്ട്, അരകാണ്. ജാസ്മിനെക്കാളും എത്രയോ അധികം സുന്ദരി കുട്ടിയാണ്. അവളുടെ ഹൃദയത്തിലുള്ളത് നന്മ മാത്രമാണ്. നല്ല പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമുള്ളൊരു നല്ല ദൈവം, അതായത് ദൈവം കൊടുക്കുന്നതാണ് അഫ്സലിന്. ഇത്ര നല്ല പെണ്ണ് ഈ ദുനിയാവിൽ ആർക്കും കിട്ടിയില്ല എന്ന് നമുക്ക് പറയാം. ഇവളുടെ എൻഗേജ്മെന്റ് നടത്തിയ പയ്യന്റെ വിവാഹം കഴിഞ്ഞു. ആ പയ്യനുമായിട്ടുള്ള അവന്റെ ഭാര്യയുടെ വ്ലോഗാണ് എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആ പയ്യൻ ഇവളോട് കുറച്ചൊക്കെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സമയം കൊടുക്കാമായിരുന്നു. എടുത്തോ പിടിച്ചോ എന്ന് അവളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇനി അതിനകത്ത് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഇഫ് ഷീ സേ സോറി അവനത് അഡ്മിറ്റ് ചെയ്യാമായിരുന്നു. റിയൽ ലവ് ആയിരുന്നെങ്കിൽ അത് റിയൽ ലവ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവളെ തോൽപ്പിക്കാനായിട്ട് മറ്റൊരു പെണ്ണെ വിവാഹം കഴിച്ചത്. മറ്റൊരു പെണ്ണെ അവൻ വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഇനി അവനെ എടുത്തു വെച്ച് ഇവളെ തല്ല പറയുന്നത് നല്ലതാണോ? നല്ല സ്വഭാവമാണോ? ഒരിക്കലും അല്ല. അവനായി അവൻ്റെ ലൈഫായി. അവളെ കമ്പാരിസൺ നടത്തുന്നു. ജാസ്മിനെ പോലെ ജാസ്മിനെ ഉണ്ടാവുള്ളൂ. ജാസ്മിൻ്റെ കമ്പാരിസൺ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് കമ്പാരിസൺ ചെയ്യുമ്പോൾ ആ പറയുന്ന പെൺകുട്ടി ഉൾപ്പെടെ അപമാനിതയാവുകയാണ്. ആര്? ജാസ്മിനല്ല, ആമീൻ്റെ വൈഫ് ഉൾപ്പെടെ. അവിടെ ഒരു റീപ്ലേസ്മെൻ്റ് അല്ല നടന്നിരിക്കുന്നത്. തനിക്കൊരു പാർട്ട്ണർ അവൻ ചൂസ് ചെയ്തു എന്ന് പറയുന്നതല്ലേ അഭിമാനം. അല്ലാതെ ജാസ്മിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ ജാസ്മിനോളം നിൽക്കേണ്ട ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടാകും ഇല്ലേ? ഇതാണോ ഒരു കമ്പാരിസൺ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത് എടുത്തു വെച്ച് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അതിനോട് വിയോജിപ്പാണ്. സോ ആ ഒരു സംഗതി സത്യം പറഞ്ഞാൽ ആ പയ്യനും പയ്യൻ്റെ വൈഫിനും നെഗറ്റിവിറ്റിയെ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും ആരെക്കാൾ മികച്ചതുമല്ല, ആരും ആരെക്കാൾ താഴ്ന്നതുമല്ല. ജാസ്മിനുള്ള ക്വാളിറ്റി ജാസ്മിൻ ഉണ്ടായിരിക്കും. ജാസ്മിൻ്റെ ഒപ്പമായിരുന്നു എങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു ലൈഫ് അയാൾക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഗബ്രിക്ക് കിട്ടിയില്ലേ? സൗഹൃദത്തിൽ കൂടെ പോലും അവൻ്റെ റീച്ച് ലെവൽ കണ്ടില്ലേ? ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ സമയം കൊടുത്തില്ല. ആരൊക്കെയോ പറഞ്ഞു, എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തു. പുറത്തു വരുന്ന അവളോട് സംസാരിക്കാനുള്ള സാവകാശം അവൻ കൊടുക്കണമായിരുന്നു, ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കാണ് ഇവിടെ നഷ്ടം? ജാസ്മിനല്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ജാസ്മിനല്ല ആ നഷ്ടം. ജാസ്മിൻ ആ നഷ്ടം വന്നിരുന്നുവെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. ആകെ ഡെസ്പായി മന്ദബുദ്ധി പോലെ ഇരുന്ന് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും ഗബ്രി പോയിട്ടുണ്ടാവും. ജാസ്മിൻ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ഒരു ഇത് വരുന്നത്. പിന്നെ പൊതുവിൽ പെൺകുട്ടികളുടെ ഒരു രീതി എന്താണെന്നറിയാമോ? നമ്മളെ പറ്റി 10 പറഞ്ഞാൽ 10 കൂടെ കാണിക്കാമെന്ന് തോന്നും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതവർക്ക് അപ്പോഴും മനസ്സിലാകത്തില്ല, ഭാവിയിൽ മനസ്സിലാകുള്ളൂ. അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തിരിയത്തില്ല. ഏജിൻ്റെ പ്രശ്നം, ആ ഒരു വയസ്സിൻ്റെ പ്രോബ്ലം അതാണ്. തൻ്റെ ഇടം, ധാർഷ്ട്യം, താൻ എന്തോ ആണെന്ന് തോന്നൽ, ഇതൊക്കെയാണ്. പക്ഷേ ജാസ്മിൻ അങ്ങനെയൊന്നും കാണിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. അവൾക്ക് ആരെങ്കിലും ചേർന്ന് നിന്നാൽ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റൂ എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് അതിങ്ങനെ വന്നത്. ഈ ഒരു സമയവും കൂടെ അവൾ ഓവർകം ചെയ്ത് മുന്നേറിയാൽ, അവൾ ഇത് വളരെ ലൈറ്റായിട്ട് എടുത്താൽ അവളുടെ ലൈഫിൽ ഇനി സക്സസ്സേ ഉണ്ടാകുള്ളൂ. നമ്മൾ ജയിച്ച് കയറാൻ നമ്മളാണ് ആദ്യം വേണ്ടത്, നാട്ടുകാരല്ല. നമുക്കൊപ്പം ഇന്ന ആൾ നിന്നാൽ നമ്മൾ ജയിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഏറ്റവും വലിയ തോൽവിയാണ്. എവിടെയും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ്, ഒരു പെണ്ണിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരാണുണ്ടാകും, ഒരാണിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടാകും. ഉണ്ടയാണ്. നിങ്ങളാണ് നിങ്ങളുടെ വിജയത്തിന് ഉത്തരവാദി. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തി തരുന്നത് ആരാണോ അവർ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എന്നതിനപ്പുറം നിങ്ങളുടെ വിജയത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് വെറും ബാലിശമായ ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സക്സസിൻ്റെ ഉത്തരവാദി. ആ സക്സസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സപ്പോർട്ടീവായി നിന്നത് അവർ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തി തന്നത്, മനസ്സിലാക്കി തന്നത് ആ വ്യക്തിയാണ്. അതിനപ്പുറം ഒരു വാല്യൂവുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നം സോർട്ട് ഔട്ട് ആവും. ഇനിയും അവൃത്തികെട്ട ലൂപ്പിലും അവൃത്തികെട്ട സർക്കിളിലും പോയി ചാടാതെ അവനവനിൽ ആത്മവിശ്വാസം കൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. കൂടുതൽ ചാൻസ് കിട്ടട്ടെ, നല്ല സിനിമകൾ കിട്ടട്ടെ, നന്നായി മുന്നേറട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് പറയുന്നു. ഇതിൻ്റെ താഴെ വന്ന് അവളെ മോശം പറഞ്ഞൊന്നും എഴുതല്ലേ, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം. 2, ഒരു പെൺകുട്ടിക്ക് എതിരെ എൻ്റെ മകനെ പറഞ്ഞു എന്നൊരു ദേഷ്യത്തിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പറയേണ്ടി വന്നിട്ടുണ്ട്. എനിക്കതിൽ ചെറിയ മനസ്താപമുണ്ട്. അതും കൂടെ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. തെറ്റുകൾ ചെയ്യപ്പെടും, അത് നമ്മൾ പറയും. അതിനകത്ത് നിന്ന് തിരിച്ചറിവുണ്ടായി തിരുത്തി വരാനാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുക തന്നെ ചെയ്യുക. ഇപ്പോഴങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിനെ ഏറ്റെടുക്കുക, മുന്നേറുകയാണ് വേണ്ടത്. ചുറ്റും നിൽക്കുന്നവരെ ഒരു കയ്യകലത്തിൽ നിർത്തുക. നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും നല്ല മിത്രങ്ങളായിരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും നമ്മളുടെ ശത്രുക്കൾ. എന്ന് നമ്മൾക്ക് തനിച്ച് നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചാൽ അവിടെ നിന്ന് നമ്മുടെ വിജയത്തിൻ്റെ ചവിട്ടുപിടി തുടങ്ങുകയാണ്. അതൊരു തിരിച്ചറിവായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.